Good morning to all. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Yeah, morning. Shall we start, ma'am? Yeah, of course. Yeah, start it. Okay, ma'am. Good morning, everyone. I am Sanila. Today, I am coordinating the class. Let's get started with the prayer. Dear God, thank you for today. Thank you for the chance to learn, grow, and try again. We are grateful for our teachers, our friends, and all the support we have. Even when things get hard, help us stay hopeful and keep going. Fill our heart with peace and our mind with focus. We thankful for every step, forward, big or small. Thank you, Almighty. Then I would like to invite Anjana for sign in the class. Hello, everyone. Our class today is English. I welcome Asha, the teacher who is taking the class today, and I also welcome all dear friends. Thank you. Thank you, Anjana. Then I would like to invite Rashida for a wonderful thought of the day. Rashida. Good morning to all. I raise up my voice not so I can shout, but so those without a voice can be heard. We cannot succeed when half of us are held back. Malala Yousafzai. Thank you. Thank you, Rashida. Let's get started the class. Let's learn. Let's the class very enjoy today. Okay. Okay. Then how are you all? Fine, ma'am. അപ്പൊ പൂ എങ്ങനെ ഉണ്ടായിരുന്നോ? പക്ഷെ പോയോ? എല്ലാരും പോയോ? ആരും പോയില്ല. എന്താണ്? Hey, ma'am. ഓക്കെ. അപ്പൊ ഇന്ന് ഞാനാണ് ക്ലാസ് എടുക്കണ്ടേ? ആണോ? ഞങ്ങളൊരു 3 ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സുഖമായിട്ട് ചുമ്മായിട്ട് കാണുന്നു. എന്താണ് ഞങ്ങളോട് ഓക്കെ. അപ്പൊ എന്താണ് റെഡി ആണോ? സ്ട്രെങ്ത് കുറവാണല്ലോ. Yes, ma'am. Ready. വെയിറ്റിംഗ് ആണ്. എങ്ങനെ ക്ലാസ് തീർന്നൊന്നും പോയാൽ മതില്ല അല്ലെ? പെട്ടെന്ന് ഒന്ന് തീർന്നാൽ തന്നെ ഒരു ആശ്വാസമാണ്. ഓക്കെ. അപ്പൊ ആക്റ്റീവ് ആണോ എല്ലാവരും? ഭയങ്കര സൈലന്റ് ആണല്ലോ. ആക്റ്റീവ് ആണോ? Yes, ma'am. Yes, ma'am. We are ready. ഓക്കെ. അപ്പൊ എടുക്കുന്ന ടീച്ചേഴ്സ് ഇന്നത്തെ ടീച്ചേഴ്സ് ആരൊക്കെയാണോ? ടെൻഷൻ കൂളായിട്ടിരിക്കുക. പിന്നെ എല്ലാവരും സുന്ദരിയായിട്ടായിരിക്കാം വന്നിരിക്കുക. ക്യാമറ ഓൺ ചെയ്യണമല്ലോ അല്ലെ? എനിക്ക് കാണുകയും ചെയ്യാൻ നിങ്ങൾ എന്നിട്ട് ഹാപ്പി പറയാം. ഓക്കെ. അപ്പൊ ടെൻഷൻ അടിക്കരുത്. കൂളായിട്ട് ക്ലാസ് എടുക്കാം. ഫസ്റ്റ് ടൈം ക്ലാസ് എടുക്കുന്നതാണെന്ന് തോന്നരുത്. ഓക്കെ. അത്രയും നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കാം. പൊട്ടത്തെറ്റാണ് പറയുന്നെങ്കിൽ പോലും കോൺഫിഡന്റ് ആയിട്ട് പറയാം. ഓക്കെ. സ്റ്റാർട്ട് ചെയ്താലോ? ആരൊക്കെയാണ്? എനിക്ക് അറിയില്ല ആരൊക്കെയാണ്. Rashida, Reshma, Anjana. ഓക്കെ. അപ്പൊ ടീച്ചേഴ്സ് സ്പീഡിലൊന്നും പോകണ്ട. പതുക്കെ പോവാ. അല്ലെങ്കിൽ കംപ്ലൈന്റ് പറയൂ കേട്ടോ. ടീച്ചേഴ്സ് സ്പീഡാണെന്ന് പറയും. ഓക്കെ. ഞാൻ പറയും കംപ്ലൈന്റ്. എനിക്കെതിരെ പറയുന്നതാണെങ്കിൽ ഞാൻ ഇതൊന്ന് തിരിച്ചു പറയും. ഓക്കെ. അപ്പൊ സ്ലോലി ക്ലാസ് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അതേപോലൊക്കെ തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് ഹൂ? റഷിദ. Yes, ma'am. Hi. ഹായ് റഷിദ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങൾ എപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം കണ്ടൊരു ഫീൽ ആയിരിക്കും. അതെ. Okay, ma'am. Yeah. Okay, Rashida. Start it. Okay. Hello. Good morning to everyone. How are you? I hope everyone doing well. Today we are going to learn something new and interesting. നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്.
Any guesses? എന്തെങ്കിലും guesses ഉണ്ടോ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന്? Okay. നമുക്ക് തുടങ്ങിയാലോ? Today we are going to learn something new, fun and interesting. Are you excited about the class? Are you excited? I'm also excited. Okay. I am happy to see all of you ready for learning. Okay. Let's start our class. In our previous class, our learn about adjective. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ, പഠിച്ചായിരുന്നു. എന്താ അഡ്ജക്റ്റീവ്? What is adjective? Anyone else? What is adjective? Okay. Adjectives are describing words. Right? Yeah, very good. Clap for Sanila. Adjectives are describing about a noun or pronoun. ഒരു നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാൻ, ക്വാളിഫൈ ചെയ്യാൻ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ആക്കുന്ന വൺ വേർഡ് ആണ് അഡ്ജക്റ്റീവ്. നമ്മൾ അഡ്ജക്റ്റീവ് കുറെ എക്സാമ്പിൾസും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഭയങ്കര സിമ്പിൾ ആയിരുന്നു അഡ്ജക്റ്റീവ്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. അഡ്ജക്റ്റീവ് പോലെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് 1-2 വേർഡ്സ് കൂടി ആഡ് ചെയ്താൽ മതി അഡ്ജക്റ്റീവ് ഫ്രേസ് ആവാൻ. ഒരു നൗണിനെയോ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യാനായിട്ട് വൺ വേർഡ് യൂസ് ആക്കിയപ്പോൾ അതെന്താ അഡ്ജക്റ്റീവായി. സിമ്പിൾ. വൺ പ്രോനൗണിനെയോ നൗണിനെയോ മോഡിഫൈ ചെയ്യാൻ മോർ ദാൻ one words or group of words use again, that's adjective phrase. We are used to more than one words or group of words we are used for a describing a noun. It's called adjective phrase. Adjective il noun ine oru vaakku kondu describe cheyyumbo endha paraya, beautiful girl. She is a beautiful girl. She enna noun pronoun ne describe cheyan beautiful ennulla oru word nammal use aaki. Adu one word use aakiyappo adjective aayi. Adjective phrase ilottu varumbo more than one words or group of words use aaki oru noun ineyo pronoun ne okke describe cheyyumbo adendai adjective phrase aayi. Simple alle? Angry simple alle? ഇതൊക്കെ പേര് കേൾക്കുന്ന കണക്ക് നമുക്ക് വലിയ അലക്കാരിയൊന്നും അല്ല. ചെറിയ സിമ്പിൾ കാര്യങ്ങളാ. അഡ്ജക്റ്റീവ് പോലെ ഒരു സിമ്പിൾ കാര്യമാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. അഡ്ജക്റ്റീവിൽ വൺ വേർഡ് യൂസ് ആക്കി ഒരു നൗണിനെയോ പ്രോനൗണിനെയോ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ, അഡ്ജക്റ്റീവ് ഫ്രേസ് വരുമ്പോൾ മോർ ദാൻ വൺ വേർഡ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്ത് ഒരു നൗണിനെയോ പ്രോനൗണിനെയോ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ദാറ്റ്സ് അഡ്ജക്റ്റീവ് ഫ്രേസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസും അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് പിടികിട്ടും. Okay, what is this? This is a flower. What? This is a flower. This is a beautiful flower. This is a beautiful flower. Beautiful plus noun. ആ നൗണിനെ വിശേഷിപ്പിക്കാനായി ബ്യൂട്ടിഫുൾ എന്നുള്ള അഡ്ജക്റ്റീവ് ചേർത്തപ്പോൾ ദാറ്റ്സ് അഡ്ജക്റ്റീവ്. ബ്യൂട്ടിഫുൾ ഫ്ലവർ. This is a red beautiful flower. This is a red beautiful flower. ഈ ഫ്ലവറിനെ മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എത്ര വേർഡ്സ് യൂസ് ചെയ്തു? റെഡ്, ബ്യൂട്ടിഫുൾ. അപ്പൊ ഇതായി എന്തായി? അഡ്ജക്റ്റീവ് ഫ്രേസ് ആയി. വേറൊരു എക്സാമ്പിൾ. This is a red beautiful flower with good fragrance. This is a red beautiful flower with good fragrance. ഇതെന്താണ്? ഒരു ചുമന്ന സുന്ദരമായ ഒരു ഫ്ലവർ ആണ് വിത്ത് നല്ല ഗുഡ് ഫ്രാഗ്രൻസ്, നല്ല മണം. ഈ ഒരു പൂവിനെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മളിപ്പോ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് യൂസ് ചെയ്ത. റെഡ്, ബ്യൂട്ടിഫുൾ വിത്ത് ഗുഡ് ഫ്രാഗ്രൻസ്. അപ്പൊ അത് ഒന്നിൽ കൂടുതൽ വേർഡ്സ് ആയി. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഈ ഒരു ഒറ്റ നൗണിനെ, ഒരു ഫ്ലവറിനെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തു. ദാറ്റ് ഈസ് അഡ്ജക്റ്റീവ് ഫ്രേസ്. ഒരു നൗണിനെയോ പ്രോനൗണിനെയോ ഒരു വേർഡ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അഡ്ജക്റ്റീവ്, ആ ഒരു നൗണിനെയും പ്രോനൗണിനെയും വിശേഷിപ്പിക്കാൻ മോർ ദാൻ വൺ വേർഡ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് adjective phrase ആവുന്നു. ഫോർ എക്സാമ്പിൾ, സച്ചിൻ വാസ് എ വെൽത്തി മാൻ. സച്ചിൻ വാസ് എ വെൽത്തി മാൻ. സച്ചിൻ എന്നുള്ളൊരു സമ്പന്നനായ മനുഷ്യനാണ്. സച്ചിൻ വാസ് എ മാൻ ഓഫ് ഗ്രേറ്റ് വെൽത്ത്. സച്ചിൻ വാസ് എ മാൻ ഓഫ് ഗ്രേറ്റ് വെൽത്ത്. അപ്പൊ സച്ചിൻ എന്ന ഒരു മനുഷ്യനെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ മാൻ ഓഫ് ഗ്രേറ്റ് വെൽത്ത്. വെൽത്തി മാൻ എന്ന് പറയുമ്പോൾ വെൽത്തി അഡ്ജക്റ്റീവ് പ്ലസ് സച്ചിൻ. ഓക്കെ. ഗ്രേറ്റ് ഓഫ് വെൽത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സമ്പന്നനാണ് അദ്ദേഹം. അതിൽ ഒരുപാട് 2 വേർഡ്സ് ഗ്രേറ്റ് ഓഫ് വെൽത്ത് എന്നുള്ള ഒന്നിൽ കൂടുതൽ വേർഡ് വന്നു. അതാണ് അവിടുത്തെ ആ ഒരു സെന്റൻസിലെ അഡ്ജക്റ്റീവ് ഫ്രേസ്.
ദെൻ നമ്മള് എല്ലാരും പ്രേമം സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ വിനോദ് ഫോർട്ട് ഒരു ഡയലോഗ് പറഞ്ഞു, ജാവ ഈസ് സോ സിമ്പിൾ ആൻഡ് പവർഫുൾ. ഇത്രയേ ഉള്ളൂ. ജാവ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. അതേ സെയിം സംഗതിയാണ് ഇവിടെയും. അഡ്ജക്റ്റീവ് ഫ്രേസ് ജാവ എന്നുള്ള ഒരു നൗൺ വേർഡിനെ വിശേഷിപ്പിക്കാനായി സിമ്പിൾ, പവർഫുൾ അത് യൂസ് ചെയ്ത പോലെ ഒരു വേർഡിനെ വിശേഷിപ്പിക്കാനായി സിമ്പിൾ, മോർ ദാൻ വൺ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ദാറ്റ്സ് കോൾഡ് അഡ്ജക്റ്റീവ് ഫ്രേസ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. Look at here. A girl. Just now, a girl. Can you see this? Okay. A beautiful girl. A beautiful girl. Adjective plus noun. That's all. A very beautiful girl. A very beautiful girl. Very beautiful. Two words. More than one words. ഈ ഒരു നൗണിനെ വിശേഷിപ്പിക്കാനായി മോർ ദാൻ വൺ വേർഡ്സ് വന്നു. വെരി ബ്യൂട്ടിഫുൾ. അപ്പോ ഈ ഒരു സെന്റൻസിലെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത് എന്താണ്? വെരി ബ്യൂട്ടിഫുൾ. വെരി ബ്യൂട്ടിഫുൾ. ടു വേർഡ്സ് വന്നു. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ ലുക്ക് എ ഡോഗ്. എ ഡോഗ് നൗൺ. എ ബ്രൗൺ ഡോഗ്. ബ്രൗൺ ഡോഗ് adjective plus noun. A big brown dog. A big brown dog. ഈ ഡോഗിനെ മോഡിഫൈ ചെയ്യാൻ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ടു വേർഡ്സ് യൂസ് ചെയ്തു, മോർ ദാൻ വൺ വേർഡ്സ്. ദിസ് ഈസ് ദ adjective phrase of this sentence. A big brown. Big brown. അപ്പോ എന്താണ്? ഒരു ഡോഗ് എന്ന നൗണിനെ വിശേഷിപ്പിക്കാനായിട്ട് മോർ ദാൻ വൺ വേർഡ് യൂസ് ചെയ്തു. മോർ ദാൻ വൺ വേർഡ് യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് പറയുന്നത് എന്താ? അഡ്ജക്റ്റീവ് ഫ്രേസ്. അഡ്ജക്റ്റീവ് ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് നൗൺ ഓർ പ്രോനൗൺ. നൗണിനെയും പ്രോനൗണിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് ഒന്നിൽ കൂടുതൽ വേർഡുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ക്യാറ്റ്. സ്മോൾ ക്യാറ്റ്. ഒരു ചെറിയ പൂച്ചക്കുട്ടി. A small white cat. Small white cat. ഇപ്പൊ എത്ര വേർഡ്സ് വന്നു? 2 വേർഡ്സ് വന്നു. സ്മോളും വൈറ്റും വന്നു ആ ഒരു പൂച്ചയെ വിശേഷിപ്പിക്കാൻ. A small white cat with blue eyes. A small white cat with blue eyes. ആ cat എന്നുള്ള നൗണിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഇപ്പൊ എത്ര ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വന്നു? സ്മോൾ വൈറ്റ് വിത്ത് ബ്ലൂ ഐസ്. വിത്ത് ബ്ലൂ ഐസ്. ഇപ്പൊ 3 വേർഡ്സ്, ആ ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് വന്നു ആ ഒരു കാറ്റിനെ മോഡിഫൈ ചെയ്യാനായിട്ട്. അപ്പോ ഇത്രേ ഉള്ളൂ. മോർ ദാൻ വൺ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ് ദാറ്റ്സ് ഡിസ്ക്രൈബ് എ നൗൺ ഓർ പ്രോനൗൺ ഈസ് കോൾഡ് അഡ്ജക്റ്റീവ് ഫ്രേസ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു 2 ടൈപ്പാണ്. ആട്രിബ്യൂട്ടീവ്ലി അഡ്ജക്റ്റീവ് ഫ്രേസും പ്രെഡിക്കേറ്റീവ്ലി അഡ്ജക്റ്റീവ് ഫ്രേസും. നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ച് മനസ്സിലായോ? ഡിഡ് യു ഗെറ്റ് ദ ലെസൺ? എനി ഡൗട്ട്സ്? If you have any doubts, you can ask. Yes, Jyoti? Jyoti, you raised the hand? No. Clear. Okay, thank you, Jyoti. Okay, let's start. Now we are going to look attributively adjective phrase and predicatively adjective phrase. First of all, we have to learn about attributively adjective phrase. An adjective or adjective phrase used attributively when it comes before a noun. Before, ഇത് സിമ്പിളാ. ബിഫോർ എ നൗൺ. ഒരു നൗണിന് മുമ്പാണ് ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡ് വരുന്ന അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസ് വരുന്നെങ്കിൽ ദാറ്റ്സ് കോൾഡ് attributively adjective phrase. A adjective or adjective comes adjective phrase come before a noun, it's called attributively adjective or attributively adjective phrase. ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസ് വേർഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വരുന്നത് നൗണിന് മുമ്പാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് attributively adjective or attributively adjective phrase. ഇവിടെ ഫോർ എക്സാമ്പിൾ, എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഫ്ലവർ എന്ന നൗണിനെ
വിശേഷിപ്പിക്കുന്ന വിശേഷണം ഫ്ലവർ എന്ന നൗണിന് മുമ്പാണ് വന്നിരിക്കുന്നത്. കണ്ടോ? ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പൊ ഇറ്റ്സ് എ ആട്രിബ്യൂട്ടറി അഡ്ജക്റ്റീവ്. Then next example, very tall boy. A very tall boy. Boy എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ഫ്രേസസ് 2 വേർഡ്സ് ഉണ്ട് ഇവിടെ. 2 വേർഡ്സ് വന്നപ്പോൾ തന്നെ നമ്മുടെ അഡ്ജക്റ്റീവ് ഫ്രേസ് ആയി. വെരി ടോൾ ബോയ്, വെരി ടോൾ. അത് ആ ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് വന്നിരിക്കുന്നത് ബോയ് എന്ന നൗണിന് മുമ്പാണ്. ആ ബോയ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ഫ്രേസ് ബോയ് എന്ന നൗണിന് മുന്നേ വരുന്നു. അപ്പോൾ അതിനെയാണ് attributively adjective phrase എന്ന് പറയുന്നത്. An adjective or adjective phrase comes before a noun is called attributively adjective phrase. Is it clear? Is it clear to everyone? Thank you. Next we are going to learn about predicatively adjective or predicatively an adjective phrase. An adjective or adjective phrase is used predicatively when it comes after a linking verb. After a linking verb. What is linking verb? Do you know that? Linking verb onnillalo. Is, are, am, was, were, become, be, like എന്നൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ വരത്തില്ലേ? He is playing. ഇപ്പൊ he is good boy. She is smart girl. അങ്ങനെ സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന ഈസ്, ആർ, ആം, വാസ് ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരാൻ വേണ്ടി സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന വെർബാണ്. ഇറ്റ്സ് എ വെർബ് ബട്ട് ഇറ്റ്സ് ഡസ് നോട്ട് ഷോ ആൻ ആക്ഷൻ. ആക്ഷൻ കാണിക്കാതെ ഈ വെർബിന്റെ സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന ഈസ്, ആർ, ആം ഒക്കെയാണ് ലിങ്കിങ് വെർബ്സ്. ആ ലിങ്കിങ് വെർബ്സിന് ശേഷം ആണ് ആ ഒരു നൗണിനെ വിശേഷിപ്പിക്കാനുള്ള അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസ് വരുന്നെങ്കിൽ ദാറ്റ്സ് കോൾഡ് predicatively adjective and predicatively adjective phrase. നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ ക്ലിയർ ആവും. The flower is beautiful. The flower is beautiful. ഈ ഫ്ലവറിന്റെ കൂടെ വരുന്ന ഈസ് കണ്ടോ? ഇത് ലിങ്കിങ് വെർബാണ്. ഈ ലിങ്കിങ് വെർബിന് ശേഷമാണ് ഈ ഫ്ലവറിനെ വിശേഷിപ്പിക്കാനുള്ള വിശേഷണം വന്നിരിക്കുന്നത്, അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത് ഈ ലിങ്കിങ് വെർബിന് ശേഷമാണ്. ദാറ്റ്സ് ഇറ്റ്സ് predicatively adjective. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? attributively a beautiful flower. ആ നൗണിന് മുമ്പ് അതിന്റെ വിശേഷണം വന്നിട്ടുണ്ട്, അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ. ഇവിടെ വരുമ്പോൾ എന്താണ്? ഈ നൗണിന്റെ കൂടെ വരുന്ന ലിങ്കിങ് വെർബിന് ശേഷമാണ് നൗണിനെ വിശേഷിപ്പിക്കുന്ന വിശേഷണം അഡ്ജക്റ്റീവ് വരുന്നത്. The flower is beautiful. Is beautiful. Is എന്ന ലിങ്കിങ് വെർബിന് ശേഷമാണ് ബ്യൂട്ടിഫുൾ എന്നുള്ള അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, the boy is very tall. The boy is very tall. Very tall adjective phrase ആയി. more than one word വന്നു. അതും വന്നിരിക്കുന്നത് ബോയ്. ദ ബോയ് ഈസ് ഈ സബ്ജക്റ്റിനോട് ചേർന്നിട്ടുള്ള ലിങ്കിങ് വെർബിന് ശേഷമാണ്. ഈസ് എന്നുള്ള ലിങ്കിങ് വെർബിന് ശേഷമാണ് ബോയ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ഫ്രേസ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ നൗണിന്റെ കൂടെ വരുന്ന സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന ലിങ്കിങ് വെർബിന് ശേഷമാണ് നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ഓർ അഡ്ജക്റ്റീവ് ഫ്രേസ് വരുന്നെങ്കിൽ ദാറ്റ്സ് കോൾഡ് predicatively adjective or predicatively adjective phrase. The cat is small and white. The cat is small and white. Is catന്റെ കൂടെ സബ്ജക്റ്റിന്റെ കൂടെ നൗണിന്റെ കൂടെ ഈസ് വരുന്നുണ്ട്, ലിങ്കിങ് വെർബ് ഈസ് വരുന്നുണ്ട്. ആ ഈസിന് ലിങ്കിങ് വെർബിന് ശേഷമാണ് എന്ത് വരുന്നത്? നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ഫ്രേസ് വരുന്നത്. That's predicatively adjective phrase. Okay, മനസ്സിലായോ? attributively adjective phrase predicatively adjective phrase മനസ്സിലായോ? സിമ്പിൾ ആണ്. attributively എന്ന് പറയുമ്പോൾ നൗണിന് മുമ്പേ നമ്മുടെ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസ് വരും ആ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ. predicatively എന്ന് പറയുമ്പോൾ ഒരു ലിങ്കിങ് വെർബ്, നമുക്ക് എല്ലാ സബ്ജക്റ്റിനെ ലിങ്ക് ചെയ്യുന്ന വെർബ് കാണും. ഈസ്, ആർ, ആം, വാസ്, വെയർ. അതിന് ആക്ഷൻ ദാറ്റ്സ് does not show action but it gives the information about the subject.
അപ്പൊ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന ലിങ്കും വെർബ്സിന് ശേഷം ഈസ്, ആർ, ആം, വാസ്, വെയർ, ബി, ലൈക്ക്, സെയിം എന്നൊക്കെയുള്ള ലിങ്കും വെർബ്സിന് ശേഷമാണ് ആ നൗൺസിനെ വിശേഷിപ്പിക്കുന്ന adjective or adjective phrase വരുന്നെങ്കിൽ that's called predicatively adjective phrase. Okay, മനസ്സിലായോ? adjective എന്താ, adjective phrase എന്താ, attributively adjective phrase എന്താ, predicatively adjective phrase എന്താ, എല്ലാം കിട്ടിയോ? Java is so simple and powerful. Simple അല്ലേ? ഒരു എന്താ നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ, അതിന്റെ അതിനെ ക്വാളിഫൈ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് adjective. ഒന്നിൽ കൂടുതൽ, more than one words or group of words we used for describing a noun or pronoun is called adjective phrase. Okay, did you get? മനസ്സിലായോ? Okay, I hope everyone is enjoying my class. That brings us to the end of today's class. We have completed today's lesson. There are any doubts? Any doubts? I hope everyone is enjoying my class. Did you understand the class? Yes? Good job. Good job for everyone for your participation. Thank you. I am proud of you. Thank you. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും പറ്റിയ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ചോദിക്കാം. Without any hesitation, you can ask to me. Any doubts? Is it clear? Thank you. Without your support, and I couldn't take the class without your support. Thank you so much. I would like to welcome Reshma teacher for further class. She will describe about this topic. Thank you. Yes. Thank you, Rashida teacher. അപ്പൊ എല്ലാവർക്കും രാഷ്ട്ര ടീച്ചർ എടുത്ത ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്നും കൂടി ഞാനത് ഡിസ്ക്രൈബ് ചെയ്യാം, എന്നിട്ട് നമുക്ക് എക്സാമ്പിൾസിലേക്ക് കടക്കാം. ഓക്കെ, so what is adjective phrase? An adjective phrase is a group of words that function as an adjective modifying a noun or pronoun by adding detail and descriptions. അല്ലെ, ഒന്നിൽ കൂടുതൽ ഒരു നൗണിനെ ഒന്നിൽ കൂടുതൽ വേർഡ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് adjective phrase എന്ന് രാഷ്ട്ര ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നു അല്ലെ? കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, ശരി, നോട്ട് ചെയ്തോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ ഓരോരുത്തരെ ഞാൻ നോക്കി വിളിച്ച് അതിന് ആൻസറും ചോദിപ്പിക്കാം. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാരും? ആരും കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് നോട്ട് ചെയ്തോളൂ. The red apple is delicious. The red apple കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, the red apple is delicious. ഞാൻ മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. Second one, the small dog barks loudly. The small dog barks loudly. നോട്ട് ചെയ്തോ രണ്ടെണ്ണം? നോട്ട് ചെയ്തായിരുന്നോ? So I am audible to all? Yes. Okay. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ the red apple is delicious എന്ന് പറയുന്നുണ്ട്. ഇതിൽ എന്താണ് adjective phrase എന്ന് പറയുന്നത്? Red apple, അതാണ് adjective phrase എന്ന് പറയുന്നത്.
സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് ദ സ്മോൾ ഡോഗ് ബാർക്സ് ലൗഡ്ലി എന്ന് പറഞ്ഞു. അതിലെന്താ അഡ്ജക്റ്റീവ് ഫ്രേസ്? Small dog. യെസ്. ഓക്കെ. ഇനി മൂന്നാമത്തത് ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ ബ്ലൂംസ് ഇൻ ദ ഗാർഡൻ. ഞാൻ മെസ്സേജ് ടെക്സ്റ്റ് ചെയ്ത് കാണാവുന്നോ എല്ലാവർക്കും? മിസ് ദ വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നാ പറഞ്ഞേക്കണം. വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ, അതും നമുക്കിത് ഒന്നിൽ കൂടുതൽ ഇതാവുന്നുണ്ട്. അത് ഞാൻ എന്താ ഇട്ടിരിക്കുന്നത്? ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണ്. ഒന്ന് മാറ്റണേല്. നെക്സ്റ്റ് വൺ, the busy street is filled with people and cars. The busy street is filled with people and cars. ഇതില് busy street ആണ് adjective phrase. അടുത്തത് she wore a beautiful dress at the party. ഇതില് നമ്മൾ പാർട്ടിക്ക് പോയി. she wore dress at the party. beautiful dress എന്ന് പറയുന്നത് അവിടെ she wore a beautiful dress ആണ് വേണ്ടത്. very beautiful. അതായത് a beautiful എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ adjectiveും very beautiful എന്ന് പറയുമ്പോൾ adjective phraseലോട്ട് മാറും. ഓക്കെ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? മിസ് അപ്പോ വെരി ബ്യൂട്ടിഫുൾ എന്നാണോ എഴുതേണ്ടത്? അതെ, വെരി ബ്യൂട്ടിഫുൾ. ഞാൻ അത് ടെക്സ്റ്റ് ചെയ്തതിൽ മിസ്റ്റേക്ക് ആണേ. അതൊന്നും കൂടെ പറയാവോ? എക്സാമ്പിള് ഒന്ന് റീഡ് ചെയ്യാവോ? നാലാമത്തെയാണോ അഞ്ചാമത്തെയാണോ? She wore a very beautiful dress at the party. She wore a very beautiful dress at the party. കഴിഞ്ഞോ? Okay, next പറയട്ടെ. Okay. The book on the top shelf is mine. Text ചെയ്തിട്ടുണ്ട്. The book on the top shelf is mine. ഇതിൽ പറയുന്നത് ഷെൽഫിലുള്ള ബുക്ക് എന്റെ ആണെന്ന് പറയാലോ. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മേലെയുള്ള ഷെൽഫിലെ ബുക്ക് എന്റെയാണ്. അതായത് ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രോനൗണിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. അപ്പൊ ടോപ്പ് ഷെൽഫ് കൂടുതലായി സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ടോപ്പ് ഷെൽഫ് ആണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് സെവൻത് വൺ. The tasty sandwich was made with fresh ingredients. The tasty sandwich was made with fresh ingredients. ഇതിൽ എന്താ പറയുന്നത്? The sandwich was made with the fresh ingredients പറയും അല്ലെ? അത് സാധാരണ നോർമൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. കൂടുതലായിട്ട് ആ ഒരു ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ടേസ്റ്റി സാൻഡ്വിച്ച്. The tasty sandwich ആണ് ഇതിലെ adjective phrase. സ്പീഡ് ആവുന്നുണ്ടോ? നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ പറയണേ. സ്പീഡ് കൂടുതലാ, പയ്യെ പറഞ്ഞാൽ മതി. ഓക്കെ. എവിടെ എത്തി? സിക്സ്ത് വൺ എത്തിയോ? സെവൻത് ആണ്. സെവൻത്. ആ ടെക്സ്റ്റ് ചെയ്തത് ഒന്ന് നോട്ട് ചെയ്തിട്ട് എന്നാൽ എല്ലാവരും കംപ്ലീറ്റ് ആയെങ്കിൽ ഒന്ന് എനിക്ക് ഹാൻഡ് റൈസ് കാണിച്ചു ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാവുമ്പോ നിങ്ങൾക്കും സ്പീഡപ്പ് ആവില്ലല്ലോ. കഴിഞ്ഞോ എല്ലാരും? ഓക്കെ.
കഴിഞ്ഞോ? എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഓക്കെ, 7th വരെ കഴിഞ്ഞു. ഇനി 8th one. The baby had big blue eyes. The baby had big blue eyes. ഇതിൽ എന്താണ്? The baby had blue eyes എന്ന് പറയുന്നത് സിമ്പിൾ ആയി നമ്മൾ പറയുന്ന adjective ആണ്. The baby had big blue eyes. കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് adjective phrase? Big. Yeah, good. Big blue eyes. അതാണ് adjective phrase. Next, 9th one എന്താ പറയുന്നത്? The dirty dishes need to be washed. The dishes need to be washed എന്ന് പറയാം adjective. ഇതിൽ എന്താ പറയുന്നത് കൂടുതലായിട്ട്? The dirty dishes need to be washed. അപ്പൊ ഇതിൽ adjective phrase Dirty. dirty dishes. Yeah. അടുത്തത്, the cake had a delicious aroma. The cake had a delicious aroma. അപ്പൊ ഇതിൽ ഏതാണ് adjective phrase? അറോമയുടെ മീനിങ് പറയാം, സ്മെൽ എന്നൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ the cake had a delicious aroma. Delicious aroma. Yeah, good. അപ്പൊ ഈ 10 എക്സാമ്പിൾസ് മനസ്സിലായല്ലോ അല്ലെ? ക്ലിയർ അല്ലേ ഇത്? മിസ് ആ 7th one ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? The tasty sandwich was made with fresh ingredients എന്നാണ് പറയുന്നത് അല്ലെ? The sandwich was made with fresh ingredients എന്ന് അതായത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നു adjective. Sandwich was made with fresh ingredients. പക്ഷെ ഇതെന്താ പറയുന്നത്? ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച്. സോ ദ ടേസ്റ്റി സാൻഡ്വിച്ച് വാസ് മെയ്ഡ് വിത്ത് ഫ്രഷ് ഇൻഗ്രീഡിയൻസ്. ആ സാൻഡ്വിച്ചിനെ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ടേസ്റ്റി. സോ ടേസ്റ്റി സാൻഡ്വിച്ച് ആണ് adjective phrase. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യോ? ഒരു 4 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. നോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്ന് പറയണേ. മാം മ്യൂട്ട് ആണല്ലോ. ഓക്കെ, കഴിഞ്ഞോ? എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഒരു മിനിറ്റ് മാം, ഒരു മിനിറ്റ്. ഓക്കെ. First question. The man with the blue shirt is my brother. ഇല്ലെന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? The man with the blue shirt is my brother. ഇതില് എന്താണ് adjective? ഏതാണ് adjective? Verb എന്ന്
Blue shirt. വിത്ത് ബ്ലൂ ഷർട്ട്. യാ, അതന്നെയാണ്. ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി, ഞാൻ ഓരോരുത്തരെ വിളിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഓരോരുത്തർ വിളിക്കുമ്പോൾ നമുക്ക് ഓക്കെ ആവുമല്ലോ. ഓക്കെ. സെക്കൻഡ്, വി ഫ്ലൂ ഓവർ എ ഹിൽ കവേർഡ് വിത്ത് സ്നോ. വി ഫ്ലൂ ഓവർ എ ഹിൽ കവേർഡ് വിത്ത് സ്നോ. ഇത് ജെമിനി ഉണ്ടോ? മനസ്സിലായോ ക്ലാസ്? ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് ഏതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്? വി ഫ്ലൂ ഓവർ എ ഹിൽ കവേർഡ് വിത്ത് സ്നോ എന്ന് പറയുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യണോ? പറയാം. ഹില്ലിനെ കവേർഡ് വിത്ത് സ്നോ. കവേർഡ് വിത്ത് സ്നോ ആണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. ശരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂ ഓവർ എ ഹിൽ വിത്ത് സ്നോ എന്ന് പറയുന്നതും കവേർഡ് വിത്ത് സ്നോ, അതായത് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് ഒരു ഹില്ലിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് കൂടുതലായിട്ട്. അപ്പൊ കവേർഡ് വിത്ത് സ്നോ ആണ് ഇതിൽ അഡ്ജക്റ്റീവ് ഫ്രേസ്. ഓക്കെ. അത് കുറച്ചെല്ലാം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോ ഓക്കെ ആവും. കുറെ എക്സാമ്പിൾസ് നമുക്ക് നോക്കുമ്പോ ഓക്കെ ആവും. ഞാൻ ഒന്നുകൂടി അഡ്ജക്റ്റീവ് എന്താണ്, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്നും കൂടി കമ്പയർ ആയിട്ട് ഞാൻ എക്സാമ്പിൾസ് പറയാം. അപ്പൊ ഒന്നുകൂടി എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഓക്കെ. ഓക്കെ. അടുത്തത്, ദ ലെറ്റർ ഫ്രം ഹെർ മദർ അബൌട്ട് ഹെർ ഹെൽത്ത് വാസ് ഇമോഷണൽ. ദ ലെറ്റർ ഫ്രം ഹെർ മദർ അബൌട്ട് ഹെർ ഹെൽത്ത് വാസ് ഇമോഷണൽ. ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് അഡ്ജക്റ്റീവ് ഫ്രേസിന്റെ ക്വസ്റ്റ്യൻസ് തന്നതിന് ശേഷം ഞാൻ ചോദിക്കാം കേട്ടോ. ഇതിൽ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ലെറ്ററിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ ലെറ്റർ ഫ്രം ഹെർ മദർ അബൌട്ട് ഹെർ ഹെൽത്ത് വാസ് ഇമോഷണൽ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് ആ ലെറ്ററിനെ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രം ഹെർ മദർ അബൌട്ട് ഹെർ ഹെൽത്ത് ആണ് ഇതിൽ അഡ്ജക്റ്റീവ് ഫ്രേസ്. അപ്പൊ അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഫ്രം ഹെർ മദർ അബൌട്ട് ഹെർ ഹെൽത്ത്. അടുത്തത്, ഐ ബോട്ട് എ ബാഗ് മെയ്ഡ് ഓഫ് ലെതർ. ഇതില് ബാഗിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ബാഗ് ഉണ്ടാക്കിയത്? ലെതറും കൊണ്ട്. സോ മെയ്ഡ് ഓഫ് ലെതർ, അതാണ് ഇതിൽ അഡ്ജക്റ്റീവ് ഫ്രേസ്. ഓക്കെ അല്ലേ ഇതുവരെ? എല്ലാം കഴിയുമ്പം ഡൗട്ട് എല്ലാം ക്ലിയർ ആവും. ഓക്കെ, ടെൻഷൻ ഒന്നും അടിക്കണ്ട. അടുത്തത് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അഡ്ജക്റ്റീവും അഡ്ജക്റ്റീവ് ഫ്രേസും. നമുക്ക് അഡ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് എങ്ങനെ അഡ്ജക്റ്റീവ് മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. നേരത്തെ ഇതിലെ എക്സാമ്പിൾ പറഞ്ഞതിൽ 7th ദ ടേസ്റ്റി സാൻഡ്വിച്ച് വാസ് മെയ്ഡ് വിത്ത് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് എന്നാണ്. അപ്പൊ അതിൽ മാം പറഞ്ഞത് അതിൽ ടേസ്റ്റി സാൻഡ്വിച്ച് ആണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്നാ പറഞ്ഞത്. അതെ. അപ്പൊ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നൗൺ ഏതാ അപ്പൊ അതിൽ വരണേ? സാൻഡ്വിച്ച് അല്ലേ നമ്മൾ നൗൺ വരെ, അതിനെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യല്ലേ ടേസ്റ്റി. അപ്പൊ അവിടെ ഒരു അഡ്ജക്റ്റീവ് അല്ലേ വന്നുള്ളൂ? അപ്പൊ അവിടെ ജസ്റ്റ് ടേസ്റ്റി എന്നുള്ള ഒരു അഡ്ജക്റ്റീവ് അല്ലേ വന്നുള്ളൂ? അപ്പൊ അതിനങ്ങനെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയോ? ഫ്രഷ് ഇൻഗ്രീഡിയൻസ് അല്ലേ? ഓക്കെ. അപ്പൊ അതങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പറഞ്ഞാലും അതങ്ങനെ ഫ്രേസ് ആയിട്ട് പറയണ്ടേ? ഒന്നും കൂടുതലായിട്ട് ആ ഒരു സെന്റൻസ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒരു നൗണിനെ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ് അവര്. ഓക്കെ. അപ്പൊ നമ്മളപ്പോ അടുപ്പിച്ചത് പറയണമെന്നില്ല. ഇപ്പോ ഒരു ഫ്രേസിന് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബ്ലൂ ഐസ് എന്ന് പറയുമ്പോൾ ഒരുമിച്ചാണല്ലോ ഫ്രേസ് വരുന്നത്, ബിഗ് ബ്ലൂ എന്നുള്ളത്. മനസ്സിലായി. ഇങ്ങനെ വേറെ വേറെ ആയിട്ട് അത് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ അഡ്ജക്റ്റീവ് ഫ്രേസും കൂടി പറയുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഓക്കെ ഓക്കെ, താങ്ക് യു. നമുക്ക് അഡ്ജക്റ്റീവ് ഫ്രേസ് നോക്കാം. ഇപ്പൊ അഡ്ജക്റ്റീവ് പറയാം, എന്നിട്ട് അഡ്ജക്റ്റീവ് ഫ്രേസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നോട്ട് ചെയ്തോളൂ. Adjective. The king wore a golden crown. The king wore a golden crown. ഇത് adjective. എന്താണ് ഇതിൽ adjective? Golden. ഒരു ക്രോണിനെ വിശേഷിപ്പിക്കുന്നു. ഗോൾഡൻ ആണെന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, നമുക്കിത് adjective phrase ആക്കിയാലോ? Adjective phrase ആവുമ്പോ the king wore a crown made of gold.
made of gold. അതായത് adjective നമ്മൾ പറഞ്ഞു the king wore a golden crown എന്നാണ്. adjective ഇതിൽ golden ആണ്. അത് നമ്മൾ adjective phrase ആക്കിയത് the king wore a crown made of gold. ഈ made of gold ആണ് adjective phrase. കൂടുതലായിട്ട് നമ്മൾ അതിനെ explain ചെയ്തു. ക്ലിയർ ആയോ? Okay. Next. He lived in a stone house. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. He lived in a stone house. ഇത് എങ്ങനെ നമ്മൾ adjective phrase ആക്കി മാറ്റുന്ന any idea? കേട്ടിട്ടുണ്ട്. He lived in a house built of stone. He lived in a house built of stone. He lived in a house built of stone. അപ്പൊ ഇതിൽ എന്താണ്? He lived in a stone house. ഇതിൽ stone ആണ് adjective. Stone ആണ് adjective. ആ ഹൗസിനെ ഡിഫൈൻ ചെയ്തു, ഹെൽപ്പ് ചെയ്യുന്നു. ഇനി adjective phrase എന്ന് പറഞ്ഞാൽ he lived in a house built of stone. ഒന്നും കൂടി അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. built of stone. അതാണ് adjective phrase എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? No reaction. സല്ല ടീച്ചർ ഓക്കെ ആണോ? ജ്യോതി ടീച്ചർ ഓക്കെ. അപ്പൊ ബിൽഡ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നതാണ് ഇവിടെ അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് വരിക അല്ലെ? അതെ അതെ. ആ സ്റ്റോണിനെ കൂടുതലായിട്ട് അല്ല, ആ ഹൗസിനെ കൂടുതലായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. മനസ്സിലായോ? Okay, next one. That was a brave act. That was a brave act ആണ് അല്ലേ? അല്ല brave ആണ് adjective. That was an act of bravery. അപ്പൊ bravery ആണ്, act of bravery. അതിനെയാണ് നമ്മൾ adjective phrase എന്ന് പറയുന്നത്. കൂടുതലായിട്ടാണ് അതിനെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ റാൻഡം ആയി ഒരു 2-3 ചോദ്യങ്ങൾ കേട്ടോ. അപ്പൊ ഫസ്റ്റ് കേട്ടാ മതി, ശ്രദ്ധിച്ചാ മതി. Have you ever seen an elephant with a white skin? Have you ever seen an elephant with a white skin? ഇതിൽ ഏതാണ് adjective phrase? നിസ്യാമോൾ ഒന്നുകൂടി പറയൂ. Have you ever seen an elephant with a white skin? With a white skin. Yeah, good. അതന്നെയാണ് adjective phrase. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയാം. He was wearing a crown. He was wearing a crown made of gold. He was wearing a crown made of gold. തസ്ലീമ, തസ്ലീമ ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യാം ഒന്നും കൂടി. He was wearing a crown made of gold. He was wearing a crown made of gold. ഇതിൽ ഏതാണ് adjective phrase? Made of gold. Yeah, good. Next, there I met a girl with blue eyes. There I met a girl with blue eyes. Rosemary? Yes, with blue eyes. Good. Clear ആയല്ലോ അല്ലെ? ഇപ്പോ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ പറയുമ്പോഴേ വിത്ത് കൂടി ചേർത്തിട്ട് വേണോ പറയാനായിട്ട്? വിത്ത് ബ്ലൂ ഐസ് കൂടി അല്ലേ? അല്ല, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇപ്പൊ ബിഗ് ബ്ലൂ ഐസ് എന്ന് പറയുന്നുണ്ട് അല്ലെ? വെറും ബ്ലൂ ഐസ് എന്ന് പറയുന്നതും ബിഗ് ബ്ലൂ ഐസ് എന്ന് പറയുന്നില്ലേ? അപ്പൊ അത് അഡ്ജക്റ്റീവ് ഫ്രേസിന് നമ്മൾ അതിനെ യോജിച്ച് വരുന്നതാണ്. ചിലപ്പോ
ഞാൻ പറയട്ടെ, ഒരു ഗേൾ ഈസ് ടോൾ ഗേൾ എന്ന് പറയും. വെരി ടോൾ ഗേൾ എന്ന് പറയുമ്പോൾ അത് വെരി ആവും. കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു, കുറെ വേർഡ്സ് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പൊ നമുക്കിപ്പോ ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ അഡ്ജക്റ്റീവ് ഫ്രേസ് അണ്ടർലൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോ നമ്മളിപ്പോ ഈ വിത്ത് ബ്ലൂ ഐസ് എന്ന് ചെയ്യണോ അതോ ബ്ലൂ ഐസ് എന്ന് മാത്രം ചെയ്താൽ മതിയോ? വിത്ത് ബ്ലൂ ഐസ്, വിത്ത് ബ്ലൂ ഐസ്, ബ്ലൂ ഐസും കൂടിയിട്ട് നമുക്ക് യോജിച്ച് ചെയ്യണം. അതും കൂടി സപ്പോർട്ട് ചെയ്യുന്നില്ലേ, അതുകൊണ്ടാണ് അതിന് ഞങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു ഫോർ സപ്പോർട്ട്. താങ്ക് യു. ഇനി നമുക്ക് അഞ്ജന ടീച്ചർ വരും. അഞ്ജന ടീച്ചർ ഓവറോൾ റിവ്യൂ പറയും. എന്തെങ്കിലും ഇതിനെ കുറിച്ച് രാഷ്ട്രീയ ടീച്ചർ എടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് കഴിയുമ്പോഴേക്കും ഞങ്ങൾ അത് ക്ലിയർ ചെയ്തു തരും. ഓക്കെ, താങ്ക് യു ഓൾ. അഞ്ജന ടീച്ചർ. Good morning all. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. അഡ്ജക്റ്റീവും അഡ്ജക്റ്റീവ് ഫ്രേസും അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് വേർഡ് കൊണ്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. ചെറിയൊരു എക്സാമ്പിൾ രീതിയിൽ പറഞ്ഞു തരാം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, മലയാളമൊക്കെ പഠിക്കുമ്പം ഇങ്ങനെ പിരമിഡ് ഷേപ്പിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പൊ പൂവ്, ചെറിയ പൂവ്, മണമുള്ള ചെറിയ പൂവ്, അങ്ങനെ പറഞ്ഞിട്ട് അറിയുമോ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? വീട്, ചെറിയ വീട്, ഭംഗിയുള്ള ചെറിയ വീട്, അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നില്ല. അതേപോലുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അഡ്ജക്റ്റീവ് ഫ്രേസിനകത്ത് വരുമ്പം. ഒരു നൗണിനെയോ പ്രോനൗണിനെയോ നമ്മൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് ലാർജ് ആക്കി ഡിസ്ക്രൈബ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ബിഫോർ ദി നൗണും ആഫ്റ്റർ ദി നൗണും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഒരു സെന്റൻസ് വായിക്കാം. വെരി ബ്യൂട്ടിഫുൾ ഹൗസ്. ഒന്ന് എഴുതി വെച്ചോണേ. വെരി ബ്യൂട്ടിഫുൾ ഹൗസ്. ഇത് ബിഫോർ ദി നൗൺ ആണോ ആഫ്റ്റർ ദി നൗൺ ആണോ? അതായത് നമ്മുടെ ടീച്ചർ ആദ്യമേ പറഞ്ഞിരുന്നു എന്തായിരുന്നു? ബിഫോർ ദി നൗണും ആഫ്റ്റർ ദി നൗണും രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ഒന്ന് പറയുമോ? Attributively, Attributively. adjective phrase. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സെന്റൻസില് ആട്രിബ്യൂട്ടീവ്ലി അഡ്ജക്റ്റീവ് ഫ്രേസും പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ഫ്രേസ് ഏതാണെന്നൊന്ന് പറയണേ. വെരി ബ്യൂട്ടിഫുൾ ഹൗസ്. പറഞ്ഞോ ആരെങ്കിലും? റോസ്മേരി. ഇത് attributively adjective phrase ആണ്. അതെ. അതേപോലെ ഡെലീഷ്യസ് ഹോട്ട് ഫുഡ്. ഡെലീഷ്യസ് ഹോട്ട് ഫുഡ് ഒന്ന് എഴുതി വെച്ചിട്ടാകുമ്പോൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അതിൽ നൗൺ ഏതാണെന്നും അഡ്ജക്റ്റീവ് ഏതാണെന്നും അഡ്ജക്റ്റീവ് ഫ്രേസ് ഏതാണെന്നും ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറയാം. ഡെലീഷ്യസ് ഹോട്ട് ഫുഡ്. ഒന്ന് പറഞ്ഞു, എഴുതി കഴിഞ്ഞെങ്കിൽ പറഞ്ഞു കേട്ടോ ആരെങ്കിലും. ഡെലീഷ്യസ് ഹോട്ട് എന്നുള്ളത് ഹോട്ട് ഫുഡ് എന്നുള്ളത് നമ്മൾ ആഫ്റ്റർ ദി നൗണും ബിഫോർ ദി നൗണും രണ്ട് പേരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഏത്? attributively. അതെ. ഫുഡ് ഈസ് വെരി ഹോട്ട് ആൻഡ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രെഡിക്റ്റീവിൽ അല്ലേ? അതെ. അപ്പൊ ടീച്ചർ ആദ്യമേ നമുക്ക് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിരുന്നു ഇപ്പൊ ഈസ് വാസ് അതിന് ശേഷമാണ് അതിനെ ഡിസ്ക്രൈബ്, അതായത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അത്
എന്താകും? ആഫ്റ്റർ ദി നൗൺ ആണ്. അതേപോലെ ഒരു എക്സാമ്പിൾ കൂടെ എഴുതിക്കോണം. That boy is not lazy at all. That boy is not lazy at all. സ്പെല്ലിംഗ് എന്തെങ്കിലും വേണമെങ്കിൽ പറയണേ. That boy is not lazy at all. കഴിഞ്ഞവരാരെങ്കിലും പറഞ്ഞു കേട്ടോ. ഇവിടെ നൗണ് പ്രോനൗണ് അത് ഏതാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ് ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്യുക. നൗണിന് ശേഷമാണോ നൗണിന് മുന്നേ ആണോ വരുന്നതെന്നൂടെ നോക്കുക. പറഞ്ഞു, ആരെങ്കിലും ഒന്ന് പറഞ്ഞു ആൻസർ ചെയ്തു. സനില. ബോയ് നൗൺ. ആ ലേസി, നോട്ട് ലേസി അറ്റ് ഓൾ. ആ അപ്പൊ അത് ഏതാണ്? ഫ്രേസ്. ഇത് പ്രെഡിക്റ്റീവ്ലി ഫ്രേസ് ആയിട്ട് വരും. ഓക്കെ. ആ അതെ. ഷീ ഹാസ്, അടുത്തൊരു എക്സാമ്പിൾ ആണ്. ഷീ ഹാസ് ബിക്കം ക്വയറ്റ് ഓൾഡ്. ഷീ ഹാസ് ബിക്കം ക്വയറ്റ് ഓൾഡ്. ഷീ ഹാസ് ബിക്കം ക്വയറ്റ്, QUITE, ക്വയറ്റ് ഓൾഡ്. നൗണ് പ്രോനൗണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ് ഏതാണെന്ന് നോക്കുക. നൗണിന് ശേഷമാണോ നൗണിന് മുന്നേ ആണോ വരുന്നതെന്ന് നോക്കുക. ആൻസർ ചെയ്തിട്ടുള്ളവരാരെങ്കിലും പറഞ്ഞു? ജ്യോതി. അല്ലേ? കേട്ടില്ല. ടി അല്ലേ വരുന്നത്? എന്തോ കേട്ടില്ല. പ്രോനൗൺ ടി അല്ലേ വരുന്നത്? പ്രോനൗൺ. അതെ. അഡ്ജക്റ്റീവ് ഫ്രേസ് ക്വയറ്റ് ഓൾഡ്. ക്വയറ്റ് ഓൾഡ്. അപ്പം നൗണിന് അല്ലെങ്കിൽ പ്രോനൗണിന് ശേഷമാണ് വരുന്നത്. അപ്പൊ അത് ഏത് സെക്ഷൻ? അതെ. അപ്പൊ ആ ഒരു സെക്ഷൻ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ വേർഡ് പിരമിഡ് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു രീതിയിൽ തന്നെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പ് ഓഫ് വേർഡ് കൊണ്ട് വേർഡ് ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ, വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം ഓൾഡ് മാൻ എന്ന് പറയുന്നു. ഓൾഡ് മാൻ, അതില് നൗൺ ഉണ്ട് മാൻ എന്ന് പറയുന്നത്, പിന്നെ അഡ്ജക്റ്റീവ് ഉണ്ട് ഓൾഡ്. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് ആവണമെങ്കിൽ നമ്മളിപ്പോ വെരി ഓൾഡ് മാൻ എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആയി. അതിനകത്ത് വെരി ഓൾഡ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ഫ്രേസ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യത്തെ 2 ടീച്ചർമാർ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായതെന്നുള്ളതുകൂടെ ഒന്ന് പ്രസന്റ് ചെയ്യണം. പിന്നെ അതിനുശേഷം ഒരു ഫീഡ്ബാക്ക് കൂടെ തരണം. പ്രസന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. Okay. Just Just wait.
നമുക്ക് പ്രസന്റേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പറയാം. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയോ, എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്, എങ്ങനെയുണ്ടായിരുന്നു, അതൊക്കെ മനസ്സിലായോ? മനസ്സിലായി മിസ്. അപ്പോ എല്ലാ ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ മീൻസ് ഫീഡ്ബാക്ക് പോലെ എന്തെങ്കിലും നെഗറ്റീവ്സ് ആയിക്കോട്ടെ പോസിറ്റീവ്സ് ആയിക്കോട്ടെ നിങ്ങൾ എന്തായാലും പറയാൻ നോക്കാം കേട്ടോ. അപ്പോഴായിട്ട് തന്നെ പറയാം. അത് കുറച്ചുകൂടെ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇംപ്രൂവ് ചെയ്യാനും പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ എല്ലാവരും നന്നായിട്ട് ക്ലാസ് എടുത്തു കേട്ടോ. എനിക്ക് ടെൻഷൻ എടുത്തതാർക്കും തോന്നിയൊന്നുമില്ല. ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കൂളായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ, എന്നിട്ടൊന്ന് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സില് പറഞ്ഞ പോലെ അഞ്ജന പറഞ്ഞ പോലെ പ്രസന്റേഷൻ ഉണ്ടാക്കാം, പ്രസന്റേഷൻ ചെയ്യാം, അതുപോലെ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? പോർഷനൊക്കെ ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടൊന്നും തോന്നിയില്ല. മിസ്റ്റേക്സോ കാര്യങ്ങളൊന്നും പറഞ്ഞാണ്ടിരിക്കുന്നത് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോ ഇതിന്റെ കണ്ടിന്യൂഷൻ വേണം കേട്ടോ. അഡ്ജക്റ്റീവ് ഫ്രേസിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. അതായത് നിങ്ങൾ പ്രസന്റ് ചെയ്യുക, ഡൗട്ട്സിനെ ചോദിക്കുക, അതിനുശേഷം മാത്രം ക്ലോസിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമുക്ക് ഫൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സൈനോട്ട് പറയും. Okay, let's sign out the class today. Very thankful to Rashida Miss, Reshma Miss, and Anjana Miss for the wonderful class about adjective phrase. And also, I would like to thank Ashwati ma'am for giving us this wonderful opportunity. And also thank you to all the participants of the class today. So thank you all. Have a nice day. Okay, so thank you all. See you next class. Okay, bye. Thank you, ma'am. Thank you, ma'am.